പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് വെച്ച് പറഞ്ഞാൽ ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ്. അത് ഈ സ്ലോലി മൂവിങ് ചാർജസോ അഥവാ സ്റ്റാറ്റിക് ചാർജിനെ കുറിച്ച് ഡീൽ ചെയ്യും. ഈ സ്റ്റാറ്റിക് ചാർജ് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഫോഴ്സ്, പൊട്ടൻഷ്യൽ, ഈ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ ഡീൽ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്റ്റാറ്റിക് ചാർജ് അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനില്ല. നമുക്ക് ഈ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജ് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വിച്ച് റൈസസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സ്. എന്താണ് ഇപ്പോൾ മാറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 3 തരം മാറ്റർ പഠിക്കാനുണ്ട്. ശരിക്കും നോർമലി 4 ഒന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വിച്ച് റൈസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് അത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന മാറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കലാണ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ നമ്മൾ സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ലാർജ് ആൽഫബറ്റായ ക്യൂ നമ്മൾ ഉപയോഗിക്കും. അതിന്റെ SI യൂണിറ്റ് ആണ് കുളുംബ്. C എന്ന റെപ്രസെന്റ് ചെയ്യും. Q ഇസ് ഈക്വൽ ടു IT. I പറയുമ്പോൾ ആംപിയർ, T പറയുമ്പോൾ എന്താണ്, I കറണ്ടും T ടൈമും. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പഠിച്ചു. നമുക്ക് ഇനി എക്സാമിൽ ചോദിക്കുന്നതാണ് ഇതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്താണ്. ബേസിക് പ്രോപ്പർട്ടീസ് ആണ് ഒന്ന് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിനെ നമുക്ക് ഇതൊരു 2 മാർക്കും 3 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ചോദ്യം വരാം. അപ്പം ഒരു 1 കുളുംബ് ചാർജ് ഉണ്ട്, അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അങ്ങനെ ഒരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ നമുക്ക് Q ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഈ ഇന്റെ വാല്യൂ പരീക്ഷയ്ക്ക് തരില്ല, നമ്മൾ പഠിക്കണം. ഈ പറഞ്ഞ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്താണ് 1.6 × 10⁻⁻⁹. അത് വൈകാട്ട് കൊടുത്തിട്ട് അടുത്ത രണ്ടാമത്തെയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അത് പറഞ്ഞാൽ ടോട്ടൽ സം ഓഫ് ദി ചാർജസ് ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്താ മൂന്നാമത്താണ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. അത് പറഞ്ഞാൽ ഈ ചാർജസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എല്ലാം കൂടി ആഡ് ചെയ്ത് ഒന്നാക്കും. അപ്പോൾ Q ഇസ് ഈക്വൽ ടു Q1 + Q2 + അങ്ങനെ എക്സെട്ര നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എക്സ്ട്രാ ഉള്ള പോയിന്റ് ആണ്. ഒന്ന് വെച്ചാൽ ചാർജ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. ചാർജസ് ട്രാൻസ്ഫറബിൾ ആണ് എന്നാണ് അടുത്തൊരു പോയിന്റ്. ഇതൊക്കെയാണ് ഇലക്ട്രിക് ചാർജിൽ നമുക്ക് പഠിക്കാൻ. നമ്മളിപ്പോൾ കൂളംസ് എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനുണ്ട് കൂളംസ് ലോ എന്താണ്. കൂളംസ് ലോ നമുക്ക് വേണമെങ്കിൽ വിസ്തരിച്ച് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയാലും മതി. എന്താണ് കൂളംസ് ലോസ്? എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ് എന്താണ് Q1, 2 ചാർജസ് ആണ് Q1 Q2 ബൈ എന്താണ് അതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ബൈ R². അപ്പം നമ്മൾ ഈ എന്താ പറയുക പ്രൊപ്പോർഷണൽ മാറ്റുന്നെങ്കിൽ നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇറക്കുന്നു. എന്താണ് കൂളും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ K ആണ് ഇറക്കുന്നത്. K Q1 Q2 ബൈ R². K എന്താണ്? Kന്റെ വാല്യൂ ഉണ്ട്. K ഈക്വൽ ടു എന്താണ് 1/4πε0. കേസ് എന്താണ് കൂളംസ് ലോ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ് Q1 Q2. വേണമെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. F is proportional to Q1 Q2 by R, and the product of square of distance അല്ല, കറക്റ്റ് എനിക്കും ഓർമ്മയിട്ടില്ല. ഈ ഇക്വേഷൻ എഴുതിയാലും മതി, ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ K എഴുതുന്നു. ഈ പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആക്കുമ്പോൾ K കിട്ടും. ഈ Kന്റെ വാല്യൂ ആണ് 1/4πε0. Kന്റെ ഈ 4 ഇൻറ്റു എന്താ പറയുക 3.14 ഇൻറ്റു ε0ന്റെ വാല്യൂ എന്താണ് 8.85 × 10⁻⁻². ഇതെല്ലാം ചെയ്തു വരുമ്പോൾ Kന്റെ വാല്യൂ പറയുമ്പോൾ K ഇസ് ഈക്വൽ ടു 9 × 10⁻⁹ Nm², കൂളുംബ് സ്ക്വയർ. ഇതാണ് Kന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ
കൂളംബ്സ് ലോന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് സ്ക്വയർ അല്ലേ? അല്ല, ഇതാണ് കൂളംബ്സ് ലോ നമുക്ക് പഠിക്കാൻ. ഇതിന്റെ ബന്ധപ്പെട്ട് നമുക്ക് ഈ കെന്റെ വാല്യൂ ഇങ്ങനെ തന്നെ പഠിച്ചു പറഞ്ഞാൽ ചില കണക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഈ 9 × 10⁻⁹ ഇതിനും ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയാണ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞാൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് പഠിച്ചു വെക്കുക. എന്താണ് ന്യൂട്ടൺ പെർ കൂളംബ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ എന്താ വെച്ചാൽ E = 4F/Q ആണ്. അതെങ്ങനെ വെച്ചാൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതണ ആവശ്യമില്ല, ഇക്വേഷൻ എഴുതിയാലും മതി. എന്താണെന്ന് വെച്ചാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ് ആണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞാൽ. അത് ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് ന്യൂട്ടൺ, ചാർജ് ആയിട്ട് കൊളുമ്പ് ആയിട്ട് ചാർജ് ആയിട്ട് കൊള്ളും.